കർണാടക കോൺഗ്രസിൽ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഭിന്നത വരികയും പിന്നീട് ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ കലാശിക്കുകയും ചെയ്തത് സഹകരണ മന്ത്രി KN രാജണ്ണയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഒരു അപ്രതീക്ഷിതമായുണ്ടായ സംഭവമാണ്. ആരോപണം ഉന്നയിച്ചത് സഹകരണ മന്ത്രി രാജണ്ണയാണ്. തങ്ങളുടെ ഭരണകാലത്താണ് ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയത്, ആ സമയത്ത് പരാതിപ്പെട്ടില്ല എന്നൊക്കെയുള്ള അതൃപ്തി പരസ്യപ്പെടുത്തുകയായിരുന്നു. തീർച്ചയായും അത് ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കും കോൺഗ്രസിനെ എന്നുള്ളതിൽ തർക്കമില്ല. പിന്നീട് സംഭവിച്ചത് എന്താണ്? ഹൈക്കമാൻഡ് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. അനുജ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കല്ലുകടിയായി മാറിയ ഒന്നായിരുന്നു ഈ കർണാടകയിലെ നേതാക്കളുടെ ഭിന്നാഭിപ്രായം. അത് KN രാജണ്ണ, സഹകരണ മന്ത്രി KN രാജണ്ണ ആയിക്കോട്ടെ, ചില MLA-മാരായിക്കോട്ടെ, ഇവരൊക്കെയും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, അവരുടെ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാര്യമായി നടത്തുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും കർണാടകയിലെ തന്നെ ഒരു മണ്ഡലത്തിലെ വിഷയം ഏറ്റെടുത്ത് അതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനമായ കർണാടക, അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെയും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിനും പാർട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ കോൺഗ്രസിലെ നേതാക്കൾ പലരും ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ഇതിനെ പിന്തുണയ്ക്കണോ എതിർക്കണോ എന്നുള്ള കാര്യമൊക്കെയും തീരുമാനിച്ചത്. അതിൽ രാജണ്ണ പറഞ്ഞത്, നമ്മുടെ മൂക്കിൻ തുമ്പിൽ നടന്ന ക്രമക്കേടാണ്, നമ്മുടെ സർക്കാർ ഇരിക്കുമ്പോഴാണ് വോട്ടർ പട്ടിക പുതുക്കിയത്, അത് കണ്ടെത്താൻ നമുക്കായില്ല എങ്കിൽ അത് നമ്മുടെ വീഴ്ചയാണ്, അപ്പോൾ നമ്മുടെ വീഴ്ച തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് എന്നാണ് ഈ രാജണ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത്. രാജണ്ണയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. മറ്റൊരു MLA ഇക്കാര്യത്തെ രാജണ്ണെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത്, വോട്ടർ പട്ടികയുടെ കരടൊക്കെയും നേരത്തെ കിട്ടുന്നതാണ്, അത് കൃത്യമായി പരിശോധിക്കാതിരുന്നത് പാർട്ടിയുടെ വീഴ്ചയാണ്, പാർട്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ക്രമക്കേട് ആരോപണത്തിൽ ഇന്ന് രാജ്യതലസ്ഥാനത്ത് അത്രയധികം വലിയ പ്രതിഷേധം നടക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇത്തരത്തിലൊരു വാക്പോരുണ്ടാക്കുന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടായി. അത് ഇന്നലെ തന്നെ ചർച്ചയായി. അത് മാത്രമല്ല, ഈ രാജണ്ണ സിദ്ധരാമയ്യ പക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, മറിച്ച് DK ശിവകുമാർ വിഭാഗത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത നേതാവ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ DK ശിവകുമാർ കൃത്യമായി ഈ വിഷയം ഏറ്റെടുക്കുകയും രാജണ്ണെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ DK ശിവകുമാർ ഹൈക്കമാൻഡിനെ സമീപിക്കുകയും രാജിക്കായി ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട്. നേരത്തെ ഹണി ട്രാപ്പ് വിവാദം, അത് തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാട്ടി ഇദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗമൊക്കെയും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിന് പിന്നാലെ പല കാര്യങ്ങളിലും കോൺഗ്രസ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന രീതിയിലാണ് പാർട്ടിയിൽ ഇദ്ദേഹത്തിന് വളരെയധികം ഒരു പരിഗണനയും സ്ഥാനവും ഒക്കെ കിട്ടിയിരുന്നത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ, ഒരുപക്ഷെ രാജ്യവും ഇന്ത്യ മുന്നണിയും ഒക്കെ ഒരു കാലത്തിനിപ്പുറം രാഹുലിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അതിൽ തന്നെ ഒരു പാളയത്തിൽ BJPക്ക് കളിയാക്കാനുള്ള ഒരു ആയുധം ഇതൊക്കെയും നൽകുകയാണ് രാജണ്ണ ചെയ്തതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം. മുഹമ്മദ് റഹീസ്, അതൊരു പാർട്ടി വിരുദ്ധ പരാമർശമാണ് എന്നതിൽ തർക്കമില്ല. തങ്ങളുടെ കാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്, അന്ന് കൃത്യമായ പരിശോധന നടത്താതെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന തരത്തിലായിരുന്നു പരാമർശം. ഇനിയിപ്പോൾ ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇത് തീർച്ചയായും BJPക്ക് ഒരു പിടിവള്ളിയാകില്ലേ? അനുജ, BJP ഇപ്പോൾ തന്നെ അത് വലിയ തോതിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ അല്പസമയം മുമ്പ് നടത്തിയ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്തായി. കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ നേതാക്കൾ പോലും രംഗത്തെത്തുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോപണത്തിന് അത്രയധികം ആയുസ്സേ ഉള്ളൂ. മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കി വിടുന്നൊരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് എന്നതടക്കം BJP ഇപ്പോൾ തന്നെ വലിയ ആയുധമാക്കിയിട്ടുണ്ട്. അവർ അത്തരത്തിൽ തന്നെയാണത് പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ പല നേതാക്കൾ, ഈ MLA-മാരടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോഴും ഏത് ചേരിയിൽ നിൽക്കണം എന്നുള്ളതിൽ ഒരു ധാരണയില്ല എന്നുള്ളതാണ് കർണാടകയിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം രാഹുൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുകയും അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഏത് വെള്ളത്തിൽ കാലി ചവിട്ടണം എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിലെ പല നേതാക്കൾക്കും മനസ്സിലാകുന്നില്ല. അത് BJPയുടെ താഴെത്തട്ടിലുള്ള നേതാക്കൾ മുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ. കാര്യം, ഈ വിഷയം ഉയർന്നു വന്നതിനു ശേഷം ഇതൊരു തെറ്റായ പ്രചാരണമാണ്. രാഹുൽ ഗാന്ധി
ഗാന്ധി ഇടയ്ക്കിടെ ഇങ്ങനെ തെറ്റായ പ്രചാരണങ്ങൾ നടത്താറുണ്ട്, അദ്ദേഹം മാപ്പ് പറയണമെന്നൊക്കെ BJP നേതാക്കൾ ആരോപിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയും പ്രധാനപ്പെട്ട MLA-മാരും ഒക്കെ ഉൾപ്പെടെ ചില ഗ്രൂപ്പ് പോരുകളുടെ ഭാഗമായി കൂടി രാഹുലിനെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് അത് വലിയ പിടിവള്ളിയാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്, അവർ ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം കർണാടകയിലെ മഹാദേവപുരയിൽ ഉണ്ടായ വിഷയമാണ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ സംസ്ഥാനത്തെ നേതാക്കളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് സ്ഥാപിച്ചാൽ BJPക്ക് ഈ ഒരു ആരോപണത്തിന്റെ മുനയൊടിക്കാൻ തന്നെ കഴിയും. അത് വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്കും രാഹുലിനും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പാർട്ടിക്കും ഒക്കെ വലിയ തോതിൽ അത് തിരിച്ചടിയാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ തിരക്കിട്ടുള്ള ഒരു നീക്കമുണ്ടായത്. ഹൈക്കമാൻഡ് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. അദ്ദേഹം രാജി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നൽകിയിട്ടുണ്ട്. ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. താൻ പാർട്ടിക്ക് വിധേയനായിരിക്കും, അധികാരത്തിന് വേണ്ടി നിലകൊള്ളില്ല, മുഖ്യമന്ത്രിയോട് സംസാരിച്ച ശേഷം പിന്നീട് മറുപടി തരാമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാജിക്കത്ത് എത്തിയിട്ടുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, മുൻ മന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുകൂടി അറിയേണ്ടതുണ്ട് അനുജ. അതാണ് മഹാദേവപുര മണ്ഡലത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ആണ് മോഷണം പോയിട്ടുള്ളതാകുന്നത്. BJPക്ക് ആ തരത്തിലേക്ക് ക്രമക്കേടിലൂടെ അവർക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അപ്രതീക്ഷിത തോൽവി കർണാടകത്തിൽ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതൊക്കെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി വിശദീകരിച്ചിരിക്കെയാണ് ഇത്തരത്തിലേക്കൊരു പരാമർശവുമായി സഹകരണ മന്ത്രി രാജണ്ണ രംഗത്തെത്തിയത്. ചില MLA-മാർ കൂടി അത്തരത്തിലേക്ക് പാർട്ടി വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തി. ഒടുവിൽ രാജണ്ണയുടെ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്നതാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം.